സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണന ലഭിക്കാത്തതുകൊണ്ട് കോട്ടയത്ത് KSUവിന് അതൃപ്തി. അർഹമായ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും പരിഗണിച്ചില്ലെന്നാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് നൈസാം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. നമ്മുടെ KSUവിന് അസംതൃപ്തി വരാൻ കാരണം സീറ്റ് കിട്ടിയില്ലേ? കാര്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല SKN. എന്തായാലും അവർ അതിന്റെ പ്രതിഷേധങ്ങൾ പരസ്യമായിട്ട് പറയാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ സീറ്റ് വിഭജനത്തിൽ KSUവിന് പരിഗണന ലഭിക്കുന്നില്ല എന്ന പല KSU നേതാക്കളും നമ്മളോട് നേരിട്ട് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. ഫോണിൽ ബന്ധപ്പെടുമ്പോഴും അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ അവരുടെ ഒരു അതൃപ്തി നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ അത് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് പറയാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകുന്ന ആ ഒരു കടമ്പ കഴിഞ്ഞതോടുകൂടിയാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം, ഫേസ്ബുക്കിലൂടെ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊരുതാനാണ് തീരുമാനം എന്നുള്ളൊരു വാക്കാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. നൈസാമാണ്. അദ്ദേഹത്തിന് ഒരു സീറ്റ്, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മേഖലയിലേക്ക് ഒരു സീറ്റ് വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല മറ്റ് KSUവിന്റെ നേതാക്കളും സമാനമായ രീതിയിൽ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ്. അത് കത്തു മുഖേന ഒരു മെയിലായി തന്നെ അയക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു പരിഗണനയും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടക സുരേഷും അതുപോലെ തന്നെ ആന്റണി MPയുമാണ്. ഇവർക്ക് കാര്യമായ പരിഗണന നൽകാതിരുന്നത് എന്നൊരു വിമർശനം കൂടി ഈ നേതാക്കൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി വഷളാക്കുന്നില്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ എതിർപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും എല്ലാം കൃത്യമായി പൂർത്തിയാക്കി, സീറ്റ് വിഭജനമൊക്കെ കൃത്യമായി പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ മുന്നണിയിലേക്ക് ഇറക്കി എന്ന് ഇവർ പറയുമ്പോഴും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പറയുമ്പോഴും ഇത്തരത്തിലുള്ള അതൃപ്തികൾ താഴെത്തട്ടിൽ പുകയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാനമായ രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കാര്യം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് സീറ്റ് നൽകിയെങ്കിലും ബാക്കിയുള്ള ആർക്കും തന്നെ ഒരു കാര്യമായിട്ട് എടുത്തു പറയാവുന്ന പലർക്കും സീറ്റ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കും അതൃപ്തിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.